സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് മാച്ച് ഡേ നമ്പർ 54-ൽ ഗോകുലം കേരള FC ഏറ്റുമുട്ടാനായി തയ്യാറെടുക്കുന്നു കോവളം FCക്കെതിരെ. ഗോകുലം കേരള FC വേഴ്സസ് കോവളം FC. പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിൽ വെച്ചാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. വാശിയേറിയ മത്സരം തന്നെ പ്രതീക്ഷയിലാണ് ഇൻഫാക്ട് ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആദ്യ ടച്ച് തന്നെ നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്കാണ്. കോവളം FC അവരുടെ തനത് നീല കിറ്റ് അണിഞ്ഞുകൊണ്ടാണ് ഇന്നേ ദിവസത്തെ മത്സരം അവർ കളിക്കുന്നത്. അവരുടെ ആ ഒരു നീല കിറ്റ് പന്തിനെയല്ല സേവ് ചെയ്തത്, തന്റെ ടീമിനെ തന്നെയാണ് ഫെമിൻ സേവ് ചെയ്തത്. നല്ലൊരു അറ്റാക്കുമായി ഗോകുലം കേരള FC ലെഫ്റ്റ് ഫ്ലാങ്കിൽ പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് നിന്ന് ബോൾ പാസ് ചെയ്യാനുള്ള ഒരു മോഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം. ഇൻസൈഡിലേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നു. ആൻഡ് വീണ്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇത്തവണ പിഴയ്ക്കുന്നില്ല. വീണ്ടും മനോഹരമായ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഹെഡറിലൂടെ കണ്ടുപിടിക്കുന്നത് ഷിജിനാണ്. ഗോകുലം കേരള FC മത്സരത്തിന്റെ 39ാമത് മിനിറ്റിൽ 1-0 എന്ന സ്കോർ നിലയിലേക്ക് ഉയരുന്നു. ആൻഡ് കോവളത്തിന്റെ തീരത്തെ തിരമാലകളെ തഴുകി അവിടെ ഒരു ഗോൾ കൂടി വരികയാണ്. കോവളത്തിന്റെ ആൻഡ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു പയ്യനാട് സ്റ്റേഡിയം മഞ്ചേരിയിൽ. കോവളത്തിന്റെ ടച്ചോട് കൂടിയാണ് മത്സരം വീണ്ടും അതിന്റെ രണ്ടാം പകുതിക്ക് തുടക്കമാവുന്നത്. മൂവ്മെന്റ് തിരിച്ചു പിടിക്കുന്നു, മൊമെന്റം തിരിച്ചു പിടിക്കുന്നു. വീണ്ടും കട്ട് ബാക്കിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം കട്ട് ബാക്ക് ആണ്. ഇവിടെ വേറെ അക്രോബാറ്റിക് ക്ലിയറൻസ് എന്തായാലും ഇത്തവണ വീണ്ടും കൊണ്ടുവരുന്നു കോവളം FC. അമൻ ലെഫ്റ്റ് ഫ്ലാങ്കിൽ നിന്ന് വീണ്ടും ഗോൾ സ്കോറർ ഷിജിൻ പന്തുമായി നേരെ നല്ലൊരു കട്ട് ബാക്ക്, ഒരു ജ്യൂസി ഡെലിവറിയാണ് റൈറ്റ് നോ ആവശ്യം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ്സ് ഗോകുലം കേരള FC 2. നോക്കുക, രണ്ടാം പകുതിയിലേക്ക് വരുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നേരത്തെ നിഴലായി നിന്നിരുന്ന താരം, ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്ന താരം ആ നിഴൽ വിട്ട് പുറത്തേക്ക് വരുന്നു. ഗോകുലം കേരള FCക്കായി കോവളം FCക്കെതിരെ രണ്ടാമത്തെ അടി കൊടുക്കാൻ ഇവിടെ വീണ്ടും മുന്നിലേക്ക് എത്തുന്നത് അതേ താരം തന്നെയാണ്. അസിസ്റ്റുമായി ഷിജിൻ കളം നിറഞ്ഞ് കളിക്കുമ്പോൾ ആന്റണി രാജുവിൽ നിന്ന് മൈനസ് പാസ് തെറിച്ചു പിടിക്കുന്നു കോവളം. ഷാഹിർ വെയിറ്റിംഗ് ആണ്. റൈറ്റ് സൈഡിൽ നല്ലൊരു ഓപ്പണിങ്ങിന് വേണ്ടിയുള്ള ശ്രമം. ആൻഡ് ഒരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ്. ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മുന്നേറ്റം. കുറച്ചുകൂടി പേസിയായി ഇതുപോലെയുള്ള ക്ലിയർ കട്ട് ഓപ്പണിങ്സ് തുറന്നെടുക്കുക എന്നുള്ളത് അവിടെ കോവളത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു ലോങ് റേഞ്ച് വഴി ഷാഗിൽ ജേഴ്സി നമ്പർ 6 റോയിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. വീണ്ടും മെഹദിക്ക് നല്ലൊരു ഓപ്പണിംഗ് ഉണ്ട്. എന്തായാലും വളരെ ദൂരേക്ക് തന്നെയാണ് പന്ത് അടിച്ചെത്തിക്കുന്നത്. കാരണം സമയം കൂടുതൽ അവിടെ നഷ്ടപ്പെട്ട് പോയിക്കോട്ടെ എന്നുള്ളത് തന്നെയാണ് അവിടെയും ലക്ഷ്യം. പന്ത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ബ്യൂട്ടിഫുൾ വാട്ട് എ ഡെലിവറി. ഗോകുലം കേരള FCക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഗോകുലം കേരള FC ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ വളരെ എക്സ്പ്ലോസീവായി ആ ഒരു സ്പേസ് കൃത്യമായി എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ അവരുടെ മൂന്നാമത് ഗോൾ കണ്ടെത്തുകയാണ്. വാട്ട് എ ഡെലിവറി ആൻഡ് വാട്ട് എ ഗോൾ. ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ആൻഡ് അതിനുശേഷം വന്ന ആ ഒരു മധുര മനോഹര ഗോൾ മധുരിക്കുന്നു. ആൻഡ് ഫൈനൽ വിസിൽ. വീരോചിതമായ വർദ്ധിത വീര്യത്തോടെ കളിച്ച ഗോകുലം കേരള FC 1-3 ഗോളുകൾക്ക് മത്സരത്തിന്റെ 95 മിനിറ്റുകൾ അവസാനിക്കുന്ന ഈ ഒരു മൊമെന്റിൽ മാച്ച് കൈപ്പിടിയിൽ ഒതുക്കുന്നു.